ഇപ്പോൾ കോങ്ങാട് എം.എൽ.എ. ശ്രീമതി ശാന്തകുമാരി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോണിൽ. ശ്രീമതി ശാന്തകുമാരിയും പാലക്കാട് ജില്ലയിലുള്ളവരും അപകടത്തിൽപ്പെട്ടതായി അറിയാൻ കഴിയുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട്? നമസ്കാരം. ഈ വിഷയം വളരെ ഗൗരവമാണ്. വളരെ ദുഃഖപൂർണമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ തന്നെ എനിക്ക് ആ വിവരം ലഭിച്ചിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നോർക്കോ റൂട്ട് വഴി ഇതിന്റെ മറ്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്തിരുന്നു. കൂടാതെ നമ്മുടെ അവിടുത്തെ മലയാളികളായിട്ടുള്ള പ്രവാസികളുമായി ബന്ധപ്പെട്ടും ലോക കേരള സഭയിലെ മെമ്പർമാരും ഒക്കെ ആയിട്ട് ഞാൻ നിരന്തരം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലഭിച്ച വിവരം 2 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ്. അത് എന്റെ മണ്ഡലത്തിലെ മണ്ണൂർ പഞ്ചായത്തിലെ മിസ്റ്റർ രാധാകൃഷ്ണൻ അവരുടെ മകളും പേരക്കുട്ടിയാണ്. ഭർത്താവും സുഹൃത്തിലൊരു കുഞ്ഞിനും പരിക്കേറ്റ് ഹോസ്പിറ്റലാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. അപ്പോ അത് നമുക്ക് ഒരു കൺഫർമേഷൻ എന്ന നിലയിൽ അവിടുന്ന് ലഭ്യമായ വിവരം ഇങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള നടപടികളെല്ലാം നമുക്ക് തുടർന്ന് നടക്കേണ്ടതായിട്ടുണ്ട്. ഈ മണ്ണൂർ പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ, ഒപ്പം മകൾ ടൈറ, 8 വയസ്സുള്ള കുട്ടി, അങ്ങനെയല്ലേ? അതെ, ടൈറയും റിയ. ഈ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഈ കുടുംബത്തിന് അറിയാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആക്ച്വലി ഞാനിപ്പോ നിലമ്പൂർ ബൈ ഇലക്ഷന്റെ അവിടെയാണ്. ഞാൻ മിസ്റ്റർ രാധാകൃഷ്ണനുമായി നേരിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ഈ വാർത്തയെല്ലാം കേട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ലഭ്യമായിട്ട് എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവർക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി സഹകരിച്ച് എത്രയും പെട്ടെന്ന് മറ്റു നടപടികൾ സ്വീകരിക്കാം എന്ന് തന്നെയാണ് ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അവർ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. ഈ റിയ കുടുംബത്തോടൊപ്പം, അതായത് റിയയും കുട്ടിയുമൊക്കെ ഖത്തറിലാണോ സ്ഥിരതാമസമായിട്ടുള്ളത്? അവർ വർഷങ്ങളായിട്ട് അവിടെ ഒരു കമ്പനിയിലാണ്. അവര് ഫാമിലി ആയിട്ട് ഹസ്ബൻഡും അവിടെ ജോലിയാണ്. അവർ സെറ്റിൽഡ് ആണ് അവിടെ. 2 കുട്ടികളും ഭാര്യയും ഭർത്താവും അവിടെ സെറ്റിൽഡ് ആണ്. അങ്ങനെയാണ് അവിടുന്ന് ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായിട്ട് 30 പേരടങ്ങുന്ന വാനിൽ അവർ പോവുകയും അപകടം കെനിയിൽ വെച്ച് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ നോർക്ക മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകുകയുണ്ടായോ ശ്രീമതി കെ ശാന്തകുമാരി? മറ്റു വിവരങ്ങൾ എന്ന് പറയുന്ന അവര് അവിടുത്തെ ഹോസ്പിറ്റൽ, അവിടുത്തെ അതോറിറ്റി, അതായത് ഇദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടെ അവർ കെനിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കെനിയിലുള്ള മലയാളി സുഹൃത്തുക്കളുമായി സംസാരിച്ച് അവർ ആ സ്പോട്ടിൽ സന്ദർശിക്കുകയും അവിടുന്ന് ലഭിച്ച വിവരമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും. ഞാൻ അവരുടെ ബന്ധുക്കളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി. അവരെല്ലാം എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരമാണ് വന്നിട്ടുള്ളത്. ഗുരുതരമായി പരിക്കുപറ്റിയ കുറെ ആളുകളെയൊക്കെ തന്നെ എയർലിഫ്റ്റിലൂടെ ഏതെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വൻ സാമ്പത്തിക ചെലവാണ് എന്ന നിലയിലൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പോ നമ്മുടെ ഇത് കൂടാതെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള മലയാളികളടക്കം ഉണ്ട് എന്നുള്ള വിവരം പോലും കിട്ടുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എനിക്ക് അറിഞ്ഞുകൂടാ. തൃശ്ശൂർ ജില്ലയിൽ നിന്നുണ്ട് ശ്രീമതി കെ ശാന്തകുമാരി. ഒരു തൃശ്ശൂർ വെങ്കിടങ്ങ് സ്വദേശിയുണ്ട്, ഒപ്പം തിരുവല്ല സ്വദേശിനിയായ ഗീത ഷോജി ഐസക്. അങ്ങനെ ഈ തിരുവല്ല തൃശ്ശൂർ സ്വദേശികൾ കൂടി ഈ ദുരന്തത്തിനിരയായിട്ടുണ്ട്. എനിക്കിപ്പോ അവിടുന്ന് ലഭ്യമായത് ഇവര് ടൂറ് പോയിട്ടുള്ള 30 പേരുടെ ലിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മണ്ണൂരിലെ ഈ 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള അവരുടെ ലിസ്റ്റും ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. അത് പ്രകാരം ആണ് നമ്മളിത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളെല്ലാം നടപടിയായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും തുടർ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാർ വഴി തന്നെ, അതായത് നോർക്ക തലത്തിൽ തന്നെ ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ഇടപെടലുകൾ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് വളരെ ആക്റ്റീവായിട്ടായിരുന്നു, പ്രോ ആക്റ്റീവായിട്ടെന്ന് പറയാം. ഞാൻ ഇവിടെ ആയതുകൊണ്ട് തന്നെ എന്റെ PA തിരുവനന്തപുരത്താണ്. ഇവിടുന്ന് അവരുടെ റിക്വസ്റ്റ് വാങ്ങി കയ്യോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു. ആ മിനിറ്റ് തന്നെ നമുക്ക് നോർക്ക റൂട്ടിലേക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു, ഉത്തരവായി. ബാക്കിയെല്ലാം വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ശരി, വളരെ നന്ദി ശ്രീമതി കെ ശാന്തകുമാരി. കോങ്ങാട് MLA ആണ് ഈ വിവരങ്ങളൊക്കെ നൽകിയത്. സർക്കാർ തലത്തിൽ തന്നെ ഇടപെടൽ നടക്കുന്നുണ്ട്, സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് MLA ഇപ്പോൾ അറിയിച്ചത്.